ഹായ് മക്കളെ, അസ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോണ ബിരിയാണിയാണ് കേട്ടോ. കുറേ ആയി ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഉണ്ടാക്കുകയാണ്. എല്ലാവരും പറയും ബിരിയാണി ഉണ്ടാക്കിയിട്ട് കാണാനാണ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കുന്നത്. വീണ്ടും വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറേ ആയി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, വെല്ലുള്ളി, ഇത്തിരി ഡാൽഡ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല നെയ്യാണ്. ഇത് കുറച്ചിട്ട് കൊടുക്കണം. ഇതിട്ടാൽ നല്ല ടേസ്റ്റാണല്ലോ ചോറ്റിന്. അപ്പോൾ നമുക്ക് ഈ നെയ്യും കുറച്ചിട്ട് കൊടുക്കുക. ഇതിൽ ഒരു ചാക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും തിന്നാൻ. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ ശേഷം നമ്മൾ ഇതൊക്കെയാണ് തക്കാളി മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇടണം. അതൊന്ന് വാടട്ടെ കേട്ടോ. പിന്നെ 2 കിലോ അരി എടുത്ത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഇനി കഴുകി അതിൽ ഇടണം. അത് തിളപ്പിക്കാനുള്ളതാ. വെള്ളം ഇതൊക്കെയാണ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിൻ്റെ കല്ലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ സ്പൂൺ, അതിൻ്റെ പേരിൽ ഒരു 4-5 സ്പൂണ് ഉപ്പിടണം. ഇനി അതങ്ങനെ തിളക്കട്ടെ. എന്നിട്ട് നെയ്ച്ചോറ് വെച്ച കൂട്ടൊന്നുമല്ല ഞാൻ കല്യാണപ്പോരിലൊക്കെ വെക്കുന്ന മാതിരി തന്നെ തിളപ്പിച്ചൂറ്റി വെക്കുകയാണ്. അങ്ങനെ അയ്യോ സോറി, അതൊക്കെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ. ഒന്നുകൂടെ ഒന്ന് ഇതാവാണ്ട് കേട്ടോ. ഇഞ്ചിയൊക്കെ കുത്തിയിട്ടാണ് കേട്ടോ, ആട്ടിയതല്ല. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതൊന്ന് ഇതായില്ല. ഈ കഷ്ണം പോലെ കിട്ടണം. ഒന്നും കൂടെ ശരിയാവട്ടെ. എന്നിട്ട് അത് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ ഒരു 5-8 തക്കാളി ഉണ്ട്. കുറച്ച് പച്ചമുളകും ഇതിൽ കിടന്നതൊന്ന് ഇതാവട്ടെ. ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നമുക്ക്. ഉപ്പും പൊടി അതും ഇതൊക്കെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം കേട്ടോ. ഓരോ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുന്നതിനെ കൊണ്ട് ഇതാണ്. വെള്ളം തിളച്ചിക്കുന്ന അരി പതിപ്പിച്ച് ഊറ്റാനുള്ള ഇടാൻ പോവുകയാണ്. മല്ലിച്ചപ്പും പൊതിനയും അരിഞ്ഞ് വെച്ചാൽ കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പേ ഉള്ളൂ. അല്ല, മല്ലിച്ചപ്പ് തോനുണ്ട്. ഈ എന്താ പറയുക, പൊതിന കുറച്ചേ ഉള്ളൂ കേട്ടോ. ഉപ്പ് ഒരു തിരുമ്പ് മഞ്ഞൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അവിടെ അധികം മഞ്ഞൾ പറ്റില്ലായിരിക്കും. മുളകും പൊടി, മല്ലിപ്പൊടി, ബിരിയാങ്കൂട്ടിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലിട്ടുങ്ങാണ്ട് ഇതിലിട്ട് ഉപ്പ് കൊടുത്തേക്കണേ. ഇതെല്ലാം കൂടെ ഇതിലിട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിൽ കിടന്നുകൊണ്ടൊന്നത് വേവട്ടെ കേട്ടോ. ഞാൻ ഇറച്ചി പൊരിക്കുന്നതാക്കിയൊന്നും വെക്കണില്ല. സാധാ വെക്കും പോലെ വെക്കണുള്ളൂ. ഒന്ന് കിടന്ന് വേവട്ടെ. ഇതിട്ടാ ഇപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കോഴി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം അരിഞ്ഞ് ചേർന്ന് ഇതിൽ നമ്മൾ 2 കിലോ കോഴിയാട്ടോ. 2 കിലോ അരിയും 2 കിലോ കോഴിയാണ്. ഇനി നമുക്ക് ഈ കോഴി ഇതിലേക്ക് വാരിയിട്ട് കൊടുക്കണം. ഇങ്ങനെ വാരിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കിടന്നുകൊണ്ട് വേവട്ടെ. നല്ലോണം ഒന്ന് ഇളക്കി പൊടിച്ചതാക്കിയാൽ മതി. പിന്നെ നമ്മൾ ചോറും കോരിയിട്ട് കണ്ട് അത് വേഗം വേവണ കോഴിയാണല്ലോ. അപ്പോൾ അത് ഒന്ന് ഇളക്കി ശരിയാക്കട്ടെ കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഉണ്ടാവും. കോഴി ഒന്ന് വെന്തതായിട്ട് ഒരു വെള്ളം വരുമല്ലോ അല്ലേ. അപ്പോൾ വെള്ളമൊക്കെ വറ്റുമ്പോൾ ശരിയായിക്കോളും, വെന്തോളും. പിന്നെ വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ വെക്കൽ ബിരിയാണി? ഒന്ന് കമൻ്റ് ഇടണേ. പല രീതിയിലും വെക്കാം ബിരിയാണി. ഞാനിങ്ങനെ വെക്കൂ, പൊരിച്ചിട്ട് വെക്കൂ. പല സൈസിലും ഇപ്പോൾ എല്ലായിടത്തിലും എല്ലാവരും വെക്കുന്നുണ്ടല്ലോ. ഇന്ന് ഞാനിങ്ങനെയാണ് വെച്ചത്. എല്ലാവരും കാണണം കേട്ടോ. ഇതൊന്ന് നല്ലോണം വേവട്ടെ. നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവ്. ഇനി ഞാൻ കുറച്ച് ഉപ്പും കല്ല് ഇട്ടിട്ടുണ്ട്. ഒരു ലേസ് സുർക്ക് വറ്റിക്കണം കേട്ടോ. കുറച്ച് മതി. ഒരു 2 സ്പൂൺ ഉണ്ടാവും സുർക്ക് വറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത്
വെച്ചാൽ കേടാവില്ല, നല്ല മണം ചോറ് ചൊയ്യൊക്കെ ഉണ്ടാവും. ഞാൻ തൈര് വെച്ചില്ല, തൈര് വെച്ചാൽ കായം വേഗം കേടായി പോകും. ബാക്കി ഉണ്ടെങ്കിൽ തന്നെ സുർക്ക നല്ലതാണ് കേട്ടോ. നല്ല വേവട്ടെ. പിന്നെ അതാ നമ്മളെ ചോറ് എന്ത് വരുന്നുണ്ട്. ഇറച്ചിക്കുന്ന ഇത് അധികം വേകാൻ പറ്റില്ല, രാഫ് വേവിൽ ഇതിലേക്ക് എടുത്തിടണം. ഇതിൽ നിങ്ങൾ കണ്ടല്ലോ ലേസ് സുർക്കൊറ്റിച്ചാണ്. ഇതിൽ അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ലേസ് സുർക്കൊറ്റിക്കും ഞാൻ. ഓക്കെ, ഞാൻ വരികേ. വായൻ്റെ അല്ല അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇതാ ഇലകളൊക്കെ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. വാവ്, എന്താ മണമെന്നറിയാം, അടിപൊളി. കായം കൂട്ടി തിന്നാൽ മതി ചോറ്. ഇട്ടിട്ട് അടിപൊളി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചോറും കൂടെ അങ്ങോട്ട് എടുത്തിട്ടാൽ മാഷാ അല്ലാ എന്താ മണം. അങ്ങനെതാ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വാൻ്റെല ഇറക്കി വെക്കുകയാണ്. പിന്നെന്താ അറിയുക, ഇതിലേക്കൊന്നും കായത്തിൽ പെടൂല ചോറ്. വെന്തെന്ന് വെച്ചിട്ടായി വന്നത്. എന്താ ഞാൻ ഈ എണ്ണാണ് ഒഴിച്ചതിട്ടാ, സാധാ എണ്ണാണ് ഒഴിക്കുന്നത്. പിന്നെ നല്ല നെയ്യും ഇടും. ഒരു ദിവസം ഇങ്ങനെ ഇതിട്ടതാണ്. നമുക്ക് ചോറ് കോരിയിടണം. ചോറൊന്ന് പിടിച്ചോണ്ടരാ. നമുക്ക് ഇതാ ചോറൊക്കെ ഇതിലേക്ക് ഇങ്ങനെ കോരിയിടണം. നല്ലോണം വെള്ളം പാരണം കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ കോരിയിടുക. നല്ല ചെറിയ നല്ല അടിപൊളി അരിയാണ്. ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഞാനിതിങ്ങനെ ഇന്ന് മുക്കി വെച്ചതാണ് കേട്ടോ. കരി വെച്ചിട്ട് കേട്ടാ. ഇതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ എത്തിച്ച് കൊടുക്കും. നമുക്കിതാ ഈ നല്ല ഇത് അത് നമുക്ക് ലാസ്റ്റ് ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കത്തില്ല എല്ലായിടത്തിലും. ഇത് ഉണ്ടാകുമ്പോൾ നല്ലൊരു ചൊയയും രസമൊക്കെ ഉണ്ടാവുമല്ലോ. നല്ല ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ലാസ്റ്റ് അതിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ നല്ലെണ്ണയാണേ ഒഴിക്കുന്നത്. ഇതാ നല്ലെണ്ണ ഞാൻ ഒഴിക്കലും ഓയിലൊന്നും ഒഴിക്കലില്ല. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ഞാനിതാ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ ഇതാ കുറച്ച് മല്ലിയെല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കും. ലാസ്റ്റ് കേട്ടോ അത് ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി മണമാണ് വരുന്നത്. വേറെ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖവും സമാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ. ആയുസ്സും ആരോഗ്യ ആഫിയത്തും ബർക്കത്തും റഹ്മത്തും റാഹത്തും ഒക്കെ ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഭക്ഷണത്തിന് കുഴക്കും മുട്ടും ഇല്ലാതിരിക്കട്ടെ റബ്ബേ. എല്ലാ അമ്മത്തിമാർക്കും ജനങ്ങൾക്കും ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ട് വരുത്തല്ലേ. ഇത് ഗൾഫുകാർക്കായാലും ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും ഒക്കെ ഇതുപോലെ ഒന്നും ഉള്ളവർ കഴിയുന്നവരുണ്ടാക്കി ഒക്കെ ഉണ്ടാക്കാത്തവരെ നമ്മളെ വാവ് ചോറുതാ ആവി പറക്കുന്നു. റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറ് കുത്താൻ പോവുകയാണ്. പകുതി ചോറ് കുത്താ, പകുതി അതിലിരിക്കട്ടെ. നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട്. കറണ്ട് പോയി. ഇവിടെ കറണ്ട് അല്ലാത്ത കറണ്ട് കത്തുക ഇതട്ടോ. നമ്മൾ ചോറൊക്കെ വെക്കണത് ആ കുത്തി കുറച്ച് ചോറ് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള എൻ്റെ ഉമ്മ ഇത് ആവശ്യത്തിനുള്ളത് നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങോട്ട് കോരിയെടുക്കുക. ഈ ഇല വെച്ചാൽ ഇതാണ് ഒരു ഉപകാരം. അങ്ങനെതാ അങ്ങനെ കോരിയെടുക്കുക. ഞാൻ അതൊക്കെ കോരിയെടുക്കട്ടെ കേട്ടോ. പാത്തു ഇതാ നമ്മളെ പാത്തൊക്കെ ചോറ് തിന്നാണ്. സ്കൂളിൽ ലീവല്ലേ, അതിനെക്കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഞായറാഴ്ച വെള്ളിയാഴ്ച ഉണ്ടാക്കാത്തത് അതാണ്. ഈ പിള്ളേരുണ്ടാവില്ലല്ലോ.
നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.